ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ടർക്കി കോഴിയെ എങ്ങനെ കട്ട് ചെയ്ത് കറി വയ്ക്കാമെന്ന് നോക്കിയാലോ. ഫസ്റ്റ് നമുക്കിതിനെ കൊന്നതിന് ശേഷം നല്ല ചൂട് വെള്ളത്തിൽ ഇതിനെ മുക്കിയെടുക്കണം. അതിൻ്റെ രോമമെല്ലാം ഈസിയായിട്ട് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് അന്നേരം പറ്റും. നമ്മളതിനെ നന്നായിട്ട് തിരിച്ചു മറിച്ചു മുക്കിയതിന് ശേഷം വെള്ളത്തിൽ നിന്ന് എടുത്തു മാറ്റാം. അതിനുശേഷം അതിൻ്റെ രോമമെല്ലാം ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതെല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം ഇതുപോലെ ആക്കിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു രോമങ്ങളുണ്ടാവും കേട്ടോ. അത് നമുക്ക് ഇതുപോലെ തീയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കുന്ന ഉടനെ ആ രോമമെല്ലാം റിമൂവായി പോകും. പിന്നീട് നമുക്ക് അതിൻ്റെ 2 കാലും കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം നല്ല മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് തേച്ചെടുക്കണം. തേച്ചെടുക്കുമ്പം ഉള്ള ആ രോമമെല്ലാം അങ്ങ് റിമൂവായി പോയിക്കോളും. പിന്നീട് നമുക്കിതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കണം. എന്നിട്ട് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ടേ നമുക്ക് ഇതിലേക്ക് നല്ല പഴുത്ത തക്കാളി കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഈ പഴുത്ത തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം അത് വീണ്ടും നന്നായിട്ട് ഇളക്കി അതും ഒന്ന് വഴണ്ട് വരുന്നത് വരെയും ഇളക്കി കൊടുക്കണം. ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വന്ന് കഴിയുന്നുണ്ടേ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെയും ഇളക്കി കൊടുക്കണം. ഇതെല്ലാം ഇളക്കി നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെയും ഇത് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ആ പച്ചമണം എല്ലാം മാറി വരുന്നോണ്ടേ നമുക്ക് അത് ആ ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഇട്ട് 2 പച്ചമുളക് കൂടി അതിലേക്ക് കീറിയിട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇതിന് പാകത്തിനുള്ള ഉപ്പ് കുറച്ച് സവോള വഴലാൻ വേണ്ടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതും ആഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഇത് വേവാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അതും ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഇത് നല്ല വേവുണ്ടായിരുന്നു കേട്ടോ. ഒരു 5 വിസിലടിക്കാനായിട്ട് വെയിറ്റ് ചെയ്തു. അത് വിസിലടിച്ചതിന് ശേഷം ഒരു ചീനിച്ചട്ടിയിലേക്ക് മാറ്റിയിട്ട് അത് വീണ്ടും കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചു കൊടുത്തു. നല്ല അടിപൊളിയായിട്ടുള്ള ടർക്കി കോഴി ഇറച്ചി റെഡിയായി.